അമ്മ എവിടെയാ പോകുന്നത്? അമ്മ അങ്ങോട്ട് പോകരുത്, അവിടെ കുളമാണ്. അമ്മേ പോകരുത്, അമ്മേ അവിടെ കുളമാണ്. പോകരുത്, പോകരുതെന്ന്, പോകരുത്. കയ്യൊന്ന് പിടിയേട്ടാ ചേട്ടാ. എന്താ 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 ചേട്ടൻ സ്വപ്നം കണ്ടതാ. മനുഷ്യനെ കിടത്തി ഉറക്കില്ല. അളിയാൻ പോയി കിടന്ന് ഉറങ്ങ് ചെല്ലേ. എടീ എനിക്കെന്താ പറ്റിയതാ? കിടന്നുറങ്ങും മനുഷ്യ. കഷ്ടം. ചേട്ടൻ എന്തിനാ ചിരിക്കുന്നേ? അല്ല, കല്യാണ ദിവസം കല്യാണ പെണ്ണ് ഒളിച്ചോടിയെന്ന് 50 പവനും കൊണ്ടാ പോയത്. ക്ഷേത്രത്തിൽ പോകുന്ന വഴിയിൽ വണ്ടിയുമായി കാത്തു നിന്ന് കാമുകനോടൊപ്പം മുങ്ങിയത്രേ. ഇപ്പോഴത്തെ പിള്ളേർക്ക് വിവരമുണ്ട്, വെറുതെ കയ്യും വീശി പോകത്തില്ല. രസമതല്ലടി. കല്യാണ പെണ്ണ് ഒളിച്ചോടി കൊണ്ട് പെണ്ണിന്റെ അനിയത്തെ പയ്യന് കെട്ടിച്ചു കൊടുക്കണമെന്ന ആവശ്യം പയ്യന്റെ വീട്ടുകാർ മുന്നോട്ട് വെച്ചു. എന്നിട്ട് പെണ്ണിന്റെ വീട്ടുകാരെ സമ്മതിച്ചോ? എവിടെ? ആ പെണ്ണിന് വേറെ ആരോട്ടോ ഇഷ്ടമുണ്ടെന്ന് അനിയത്തി പെണ്ണ് മണ്ഡപത്തിൽ പ്രശ്നമുണ്ടാക്കി. നല്ല കുടുംബം. പക്ഷെ പയ്യൻ വിട്ടില്ല കേട്ടോ. അവൻ നഷ്ടപരിഹാരം ചോദിച്ചു. 50 പവൻ കൊടുത്താൽ മതിയെന്ന്. ഒന്നുകിൽ പെണ്ണ് അല്ലെങ്കിൽ പൊന്ന്. അതാണ് അവന്റെ പോളിസി. സൗദാമിനിയെ എന്തുവാടി ഇത്ര കിണിക്കാൻ? കല്യാണ പെണ്ണ് ഒളിച്ചോടിയെന്ന്. അതിനാണ് ഇത്ര കിണിച്ചത്? അല്ലെങ്കിൽ തന്നെ കിണിക്കാൻ വേണ്ടി എന്തോ സംഭവം ഇതിലുള്ളത്? എടി, ആ കൊച്ചിന്റെ അച്ഛന്റെ അമ്മയുടെ മാനസിക അവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? അതൊക്കെ എന്തിനാണ് നമ്മൾ ആലോചിക്കുന്നത്? ഈ ഒരു അവസ്ഥ നമ്മളെ വീട്ടിലാണ് സംഭവിച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കിളിക്കുമായിരുന്നു. അതെന്തിനാ? നമ്മുടെ കൂടെ കല്യാണം കഴിഞ്ഞില്ലേ? അങ്ങനെ ചിന്തിക്കരുത്. എടി, ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിന്റെ തീവ്രത എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി അത് നമ്മളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായോ? മനസ്സിലായൊന്നും? ചേട്ടാ, സൽഗുവായിട്ട് അവസാനം പറഞ്ഞത് ചേട്ടന് മനസ്സിലായോ? എടി, അത് മനസ്സിലാക്കാൻ നിന്നാലേ നമ്മൾ ജനിച്ചത് തന്നെ വെറുതെ എന്ന് തോന്നും. ആന്ന്. നീ അകത്തിയൊന്ന് ദോശ ഉണ്ടാക്ക്, ഭയങ്കര വിശപ്പ്. ആഹാ, ഇതെന്താ ഇന്ന് ഓഫീസിൽ പോണില്ലേ? പോണം. ഓരോരോ വാർത്തകൾ വായിക്കുമ്പോ ജീവിക്കണ്ടെന്ന് തോന്നിപ്പോവുക. ജീവിതം മതിയാക്കുന്നതിനേക്കാൾ നല്ലത് പത്രം മതിയാക്കുന്നതാ. പത്രം വായിച്ച് ദുഃഖിച്ചിരിക്കാതെ എഴുന്നേറ്റ് പോയി കുളിക്കേ. പോണ വഴിക്കൊന്ന് അമ്പലത്തിലും കയറാ. ഇന്ന് ചിങ്ങ ഒന്നല്ലേ? ഇന്ന് ചിങ്ങ ഒന്നാണല്ലേ? ചിങ്ങ ഒന്ന് കേൾക്കുമ്പോഴേ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരും. പണ്ടൊക്കെ ചിങ്ങ ഒന്നിന് അതിരാവിലെ അമ്മ എന്നെ വിളിച്ചുണർത്തും. പിന്നെ കുളത്തിലെ കുളി, അത് കഴിഞ്ഞ് ഈറനെടുത്ത് അമ്മയുടെ കൈവിരൽ തൂങ്ങി ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്ര പരിസരത്തൊക്കെ നല്ല വെള്ള മണലാണ് സൗദാമിനി. ഒരിക്കലും ആവർത്തിക്കാൻ കഴിയാത്ത നന്മകൾ. രാവിലെ എണീറ്റിരുന്നെങ്കിലേ ഞാൻ കൊണ്ടുപോകാമായിരുന്നല്ലോ. എന്റെ കൈവരലിൽ തൂങ്ങി വരായിരുന്നല്ലോ. ബോഡി അടേ, ചോറെടുത്ത് ബാഗിൽ വെച്ചോ? എന്നാ പിന്നെ ഇറങ്ങിക്കളയാ. അയ്യോ, വാച്ചെടുത്തില്ല. അയ്യോ, ബാഗ് എടുത്തില്ല. വരുമ്പോ ഈ സാധനങ്ങളൂടെ മേടിച്ചോണ്ട് പോരെ. മുളക് പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ. അതെ, ഈ കവർ പൊടിയൊന്നും വാങ്ങണ്ട, എല്ലാത്തിലും മായവാ. മുളക് പൊടിയിൽ ചെങ്കട്ട, വെളിച്ചെണ്ണയിൽ ഇഞ്ചിൻ ഓയിൽ, മല്ലിപ്പൊടിയിൽ ചാണകപ്പൊടി. മായം, സർവത്ര മായം. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഉണക്കി പൊടിക്കണം. എന്നെ കൊണ്ടൊന്നും വയ്യ. ഉണക്കണം, പൊടിക്കണം. നിങ്ങൾക്കൊക്കെ ഇത് കേൾക്കുമ്പോ പുച്ഛവാ. എടീ, പണ്ട് എൻ്റെ അമ്മ. മതി, ഇനി അതും പറഞ്ഞോണ്ട് പണ്ടത്തെ കാര്യത്തിലോട്ട് പോകണ്ട. സാധനം ഒന്ന് വാങ്ങാന്ന് പറ. അതെ, ബോണസ് കിട്ടിക്കോട്ടെ. അടുത്ത ഓണത്തിനെങ്കിലും കിട്ടുവോ? പെട്ടെന്ന് ബോണസിനായിട്ട് എടുത്ത് നീക്കേണ്ട തുകയൊന്നും സർക്കാരിൻ്റെ കയ്യിലില്ല. അതൊക്കെ വെറുതെയാ. സർക്കാരിന്റെ ഇഷ്ടം പോലെ കാശൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കുകയല്ല. ചെലവിന്റെ പകുതി പോലും തിരികെ ലഭിക്കാത്ത ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, ഇവയുടെ നടത്തിപ്പ് ഭാരം, നിത്യാവശ്യങ്ങൾക്കായി പൈസ റോൾ ചെയ്തു വരുന്ന KSRTCയുടെ നഷ്ടത്തിലുള്ള ഓട്ടം, KSEB എന്നുള്ള കറണ്ട് മോഷണം, വാട്ടർ അതോറിറ്റിയിൽ ഉപഭോക്താക്കൾ വരുത്തി വയ്ക്കുന്ന കുടിശ്ശിക. സർക്കാർ പ്രതിസന്ധിയിലാണ് സൗദാമിനി. ഇതൊക്കെ പറഞ്ഞാലേ കടക്കാർ സാധനം തരൂല. അങ്ങനെയൊന്നും പറയരുത്. ഒരു കട നടത്തിപ്പുകാരൻ വെറും ബിസിനസ്സുകാരനാണെന്ന്. ഞാനാണെങ്കിൽ ഒരു ഗവൺമെന്റ് സർവീസുകാരനും. സൗദാമിനി, ഈ പറയുന്ന സൗദാമിനിക്ക് മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലായി. എന്തോ മനസ്സിലായി? ഈ വർഷത്തെ ഓണം കോളമായെന്ന്. ഒരു കാര്യം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എൻ്റെ മുത്തശ്ശി മരിച്ചിട്ട് ഈ മാസം 8 വർഷം തികയില്ലയോ?
ഒരു തിരുവോണ നാളിലാണ് എൻ്റെ മുത്തശ്ശി മരിച്ചത്. എടി, അപ്പോഴും നമ്മൾ ഓണം ആഘോഷിക്കാൻ പാടില്ലല്ലോ. അതല്ലയോ അതിന്റെ ശരി. മനസ്സിലായി. ബോണസ് കിട്ടത്തില്ലല്ലേ? എന്തുവാ സൗദാമിനി ഇത്? നീ കാര്യങ്ങൾ തെറ്റായി ധരിക്കാതെ. ഞാൻ പരേതാത്മാവിനോടുള്ള ബഹുമാനം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഓ, നിനക്കറിയാമോ സൗദാമിനി, എൻ്റെ മുത്തശ്ശി ആഘോഷങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഒടുവിലൊരു തിരുവോണ നാളിൽ ഉച്ചയൂണിനായിട്ടിരുന്ന ഇലയ്ക്ക് മുന്നിലാണ് എൻ്റെ മുത്തശ്ശി കുഴഞ്ഞു വീണ് മരിച്ചത്. പല തിരുവോണ നാളുകളിലും മുത്തശ്ശിയുടെ ദീനരോദനം ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശി പറയും, എടാ സർഗുണ, ഒരു പിടി ചോറ് തടാ എന്ന്. മുത്തശ്ശിയുടെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ല. എൻ്റെ മുത്തശ്ശി ഇവിടെ എവിടെയോ ഉണ്ട്. സൽഗുണേട്ടാ, ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ മര്യാദക്ക് ഓഫീസിൽ പോകാൻ നോക്ക്. ഇന്നത്തെ കളി നിങ്ങൾ ജയിച്ചു. ബാക്കി നാളെ. ഇന്ന് മിക്കവാറും വീട്ടിൽ കബഡി ആയിരിക്കും.